ഹലോ ഫ്രണ്ട്സ്, വീച്ച് 90 വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലൂടെ നമ്മളിങ്ങനെ നടക്കണം കേട്ടോ. പുലിക്കളിയായിട്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. വന്നു ഞങ്ങൾ 2-3 പുലിക്കളികൾ കണ്ടു, ടാബ്ലോ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ മോൾക്കപ്പോഴേക്കും വയ്യാതെയായി. അപ്പോൾ ഞങ്ങൾ വേഗം തേക്കിൻകാട് മൈതാനത്തിലൂടെ കൊണ്ട് ഉള്ളിലേക്ക് കയറി. ഇങ്ങനെ വരുമ്പോൾ വരുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. വള, മാല, പിന്നെന്താ കുറേ പേര് കൈനോട്ടത്തിന് ഇരിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് വയ്യാതെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളതാണ് ഈ ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകളൊക്കെ റേറ്റ് കുറവിന്. പിന്നെ ഒരു കാഴ്ചയാണിത്, പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം സെറ്റ് മുണ്ടുകൾക്കൊക്കെ 2 എണ്ണത്തിന് 100 രൂപ. ഭയങ്കര വില കുറവാണ് സെറ്റ് മുണ്ടൊക്കെ. ഈ സെക്ഷനിലേക്കാണ് വരുന്നത് ഫുഡ് അടിക്കാനായിട്ട്. ഉണ്ണിക്കൂട്ടൻ്റെ സെക്ഷനാണ് ഇത്. പാനിപ്പൂരി എന്നിട്ട് ഞാൻ ഇവിടെ പുൽക്കി സർബത്തിൻ്റെ അവിടെ വന്നു. മോൾക്ക് പുൽക്കി സർബത്ത് വേണ്ട, പാനിപ്പൂരി മതി എന്ന് പറഞ്ഞ് പാനിപ്പൂരി കഴിക്കണ്. ഞാൻ പാനിപ്പൂരി അല്ല കേട്ടോ കഴിച്ചത്, ഞാൻ മസാല പൂരിയാണ് കഴിച്ചത്. മുളക് ബജ്ജിയാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറ്. ഞങ്ങൾ മുളക് ബജ്ജിയുടെ ഇടയ്ക്ക് വന്നപ്പോൾ ഭയങ്കര വിലയാണ്. അത് കാരണം ഞങ്ങൾ ഇപ്രാവശ്യം മുളക് ബജ്ജിയൊന്നും കഴിച്ചില്ല. ഞങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ തലയിൽ വെക്കണ ഒരു മൊയിലിൻ്റെ എന്തെങ്കിലുള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞു മോള്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവൾ പറഞ്ഞത് ഹെഡ്സെറ്റ് വെക്കണത് പോലത്തെ വേണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ അല്ല, അപ്പോൾ അവൾക്ക് വേണ്ട, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു ഞങ്ങളത്. അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. കരിമ്പിൻ ജ്യൂസ് കുടിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും അതേപോലെ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കരിമ്പിൻ ജ്യൂസ്. ഒരു എനർജിയൊക്കെ വന്നു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് പറമ്പൊക്കെ കാലിയായി തുടങ്ങി, ആൾക്കാരൊക്കെ പോയി തുടങ്ങി. പുലിക്കളിയും ഇതൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ആളുകളൊക്കെ വീട്ടിലേക്ക് പോയി തുടങ്ങി. തിരക്കൊക്കെ കുറഞ്ഞു. ഞങ്ങൾക്ക് നടന്ന് വയ്യാതെയായി. ഞങ്ങളിതേ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, വടക്കുന്നാഥൻ്റെ അവിടെ. വടക്കുന്നാഥൻ്റെ മുന്നിലാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. കാലൊക്കെ കഴച്ചു ഗൈസ്, ഞങ്ങൾക്ക് വയ്യാണ്ടായി. ഞങ്ങളിത് എവിടെ ഇരുന്ന് കപ്പലണ്ടി തിന്നുകൊണ്ടിരിക്കുകയാണ്. പുലിക്കളിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോവാണ്. പുലിക്കളി കഴിഞ്ഞു, പറമ്പൊക്കെ കാലി കഴിഞ്ഞ് ഞങ്ങളും വീട്ടിൽ പോവാണ്. ബൈ. ഓക്കെ.